ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രവർത്തന പുസ്തകമാണ്. 1-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് കുഞ്ഞെഴുത്ത് എന്ന് പറഞ്ഞൊരു പ്രവർത്തന പുസ്തകമുണ്ട്. ആ പ്രവർത്തന പുസ്തകം ഭാഗം 2 നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മളുടെ പ്രവർത്തന പുസ്തകത്തിൻ്റെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തിനാണത് ചെയ്യുന്നത്? നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിലൂടെ പുതിയ പുതിയ വീഡിയോസ്, നിങ്ങളുടെ 1-ാം ക്ലാസ്സിലെ പ്രവർത്തന പുസ്തകങ്ങൾ, 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം നമ്മൾ ഉടനെ ലഭ്യമാക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണുക കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നോക്കിയാലോ, നമ്മളുടെ ചാപ്റ്ററാണ് പാഠം 14, ആരുടെ കുപ്പായം. എന്താണ് പാഠത്തിൻ്റെ പേര്? 14-ാമത്തെ പാഠമാണ് ആരുടെ കുപ്പായം. കുപ്പായം എന്താണ്? ഡ്രസ്സ് അല്ലേ, വസ്ത്രം. അപ്പം നമുക്ക് നോക്കാം. ആരുടെ കുപ്പായം, പാഠം 14. ആരുടെ കുപ്പായം? ഋതികയുടെ ഒരു ദിവസം. അപ്പൊ ഋതികയാണ് അല്ലെ. ഋതികയുടെ ഒരു ദിവസം നമുക്ക് നോക്കാം. ചിത്ര നിരീക്ഷണം. ചിത്രത്തിൽ തന്നിരിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കുക കേട്ടോ. എന്തൊക്കെയാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് എന്നൊന്ന് നോക്കിക്കോളൂ. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ഇവിടെ തന്നിരിക്കുന്ന ഞാൻ എന്നെപ്പറ്റി, ഇത് നിങ്ങൾ നിങ്ങളെപ്പറ്റി ചെയ്യേണ്ടതാണ്. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം എന്ന് കോളംസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യുക നോക്കിയിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റാർ വരച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ ദിവസവും കുളിക്കുന്നു എങ്കിൽ, എല്ലാ ദിവസവും കുളിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതുപോലെ സ്റ്റാർ കൊടുക്കുക. നന്നായി ഉറങ്ങുന്നു, നിങ്ങൾ നന്നായി ഉറങ്ങുന്നുണ്ടെങ്കിൽ സ്റ്റാർ കൊടുക്കുക. ഉറങ്ങുന്ന ദിവസങ്ങളിലെല്ലാം സ്റ്റാർ. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അതിൽ എന്ത് കൊടുക്കുക? സ്റ്റാർ കൊടുക്കുക. ദിവസവും 2 നേരം പല്ല് ശുദ്ധിയാക്കുന്നു, രാവിലെയും രാത്രിയും പല്ല് ശുദ്ധിയാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിലൊരു സ്റ്റാർ വരച്ചു കൊടുക്കുക. ഏതൊക്കെ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ആ ദിവസങ്ങളിലൊക്കെ സ്റ്റാർ കേട്ടോ. നഖം വെട്ടുന്നു, നഖം ഏതൊക്കെ ദിവസമാണ് വെട്ടുക ആ ദിവസം ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകുന്നു, ആഹാരം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും കൈ കഴുകുന്നു. കക്കൂസിൽ പോയതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകുന്നു. അപ്പോൾ കൈ സോപ്പിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. എന്ത് ചെയ്യുക? സ്റ്റാർ വരയ്ക്കുക. അടുത്തത് നോക്കൂ. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ്? ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങളെ സഹായിക്കുന്നത് ആരാണ്? വസ്ത്രം അല്ലേ. ഋതികയുടെ കുഞ്ഞുടുപ്പ് നിർമ്മിക്കാം, നിറം കൊടുക്കാൻ മറക്കരുതേ. അപ്പൊ ഋതികയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കുഞ്ഞുടുപ്പ് നിർമ്മിക്കണം, അതിനൊരു കളറും കൊടുക്കണം കേട്ടോ. അടുത്തത് എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം. തന്നിരിക്കുന്നത് നോക്കൂ, ഒരു വിദ്യാലയത്തിന്റെ ചിത്രമാണ് അല്ലെ. വൃത്തിയുള്ള വിദ്യാലയം, അവിടെ ആ കുട്ടികൾ വൃത്തിയാക്കുന്നുണ്ട്, പുല്ലെല്ലാം വെട്ടുന്നു അല്ലെ, ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടുന്നു, എല്ലാം നിങ്ങൾക്ക് കാണാം. ശുചിത്വ വിദ്യാലയം, സുന്ദര വിദ്യാലയം. ശുചിത്വം, വൃത്തി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെയാണോ നിങ്ങളുടെ വിദ്യാലയം? ഇതുപോലെയാണോ നിങ്ങളെല്ലാം പഠിക്കുന്ന നിങ്ങളുടെ സ്കൂള്? നിരീക്ഷിക്കൂ, നിങ്ങൾ ചുറ്റുപാടൊന്ന് നോക്കൂ. നിങ്ങളുടെ വിദ്യാലയത്തിൽ ചില അറിയിപ്പ് ബോർഡുകൾ ആവശ്യമല്ലേ? നമ്മുടെ സ്കൂളിലും ചില അറിയിപ്പ് ബോർഡുകൾ അല്ലേ ആവശ്യമല്ലേ? ആണല്ലേ. എന്തൊക്കെയാണ് അറിയിപ്പ് ബോർഡുകൾ? പൈപ്പൊക്കെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ, അതുപോലെ തന്നെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വെള്ളം ഉണ്ടല്ലോ അവിടെ, പൈപ്പ് ഉണ്ടാവും, പൈപ്പ് തുറന്ന് ഇങ്ങനെ വിടും. അങ്ങനെ ചെയ്യരുത്. വെള്ളം ആവശ്യം കഴിഞ്ഞ് അടച്ചു വെക്കുക, വെള്ളം പാഴാക്കരുത്. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഉള്ള പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്, ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, ഇതൊന്നും സ്കൂൾ പരിസരത്ത് നിങ്ങൾ എറിയരുത്. അടുത്തത് ഋതികയുടെ കുഞ്ഞുടുപ്പ്.
വായിക്കാം എഴുതാം. ഋതിക കുളിച്ച് സുന്ദരിയായി. അപ്പോൾ ഋതിക കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായി. കുഞ്ഞുടുപ്പിട്ട് സ്കൂളിലെത്തി. കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് സ്കൂളിലെത്തി. നിങ്ങൾ സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ ചെയ്യാറില്ലേ? സ്കൂൾ തുറക്കുമ്പോഴല്ല, നിങ്ങളും അതുപോലെ തന്നെ എല്ലാ ദിവസവും നല്ല കുളിച്ച് സുന്ദരി കുട്ടി അല്ലെങ്കിൽ സുന്ദര കുട്ടന്മാരായിട്ടായിരിക്കും സ്കൂളിലേക്ക് പോവുക. പലതരം വേഷങ്ങൾ, പലതരം വസ്ത്രങ്ങൾ, പൂക്കൾ തുന്നിച്ചേർത്തവ. അപ്പോൾ ആ വേഷങ്ങൾ പല വസ്ത്രങ്ങളാണ്, പലതരം വസ്ത്രങ്ങളാണ്. ചിലതിലെല്ലാം പൂക്കളെല്ലാം ഉണ്ട്. നക്ഷത്രങ്ങൾ വരച്ചു ചേർത്തവ. അപ്പൊ ചില ഡ്രസ്സിൽ എന്തുണ്ട്? നക്ഷത്രങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ ഉടുപ്പിന് ചന്തമില്ല. ഋതികയ്ക്ക് സങ്കടമായി. അപ്പൊ എൻ്റെ ഉടുപ്പിന് ചന്തമില്ല എന്ന് പറഞ്ഞിട്ട്, ഭംഗിയില്ല എന്ന് പറഞ്ഞ് ഋതിക സങ്കടപ്പെടുന്നു. കുഞ്ഞുടുപ്പിൻ്റെ വിഷമം കണ്ട് മഴവില്ല് നിറങ്ങൾ പൊഴിച്ചു. അപ്പോൾ കുഞ്ഞുടുപ്പ് ഋതിക ഈ പറയുന്നത് കേട്ടിട്ട് സങ്കടപ്പെടും. അപ്പോൾ നമ്മുടെ മഴവില്ല് നിറങ്ങൾ പൊഴിച്ചു കൊടുക്കുന്നു. കുഞ്ഞുടുപ്പിൽ നിറങ്ങൾ പടർന്നു. കുഞ്ഞുടുപ്പിൽ അപ്പോൾ ഒരുപാട് നിറങ്ങൾ വന്നല്ലേ. പൂക്കൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞുടുപ്പിൽ കയറി. പൂക്കൾ എന്ത് ചെയ്യണു? ചിരിച്ചുകൊണ്ട് കുഞ്ഞുടുപ്പിൽ കയറി. പൂമ്പാറ്റുകൾ പാറി വന്ന് കുഞ്ഞുടുപ്പിൽ ഇരുന്നു. മഞ്ചാടി മരം മുത്തു പൊഴിച്ചു. കുഞ്ഞുടുപ്പ് നിറയെ ചുവന്ന മുത്തുക്കൾ. ഹായ്, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളിത് വായിച്ചു നോക്കണം കേട്ടോ. ഹായ്, എൻ്റെ കുഞ്ഞുടുപ്പ് സുന്ദരമായി. കുഞ്ഞുടുപ്പ് ഇപ്പം എന്താ? എല്ലാം ഭംഗിയായില്ലേ? എൻ്റെ ഉടുപ്പ് ഭംഗിയില്ല എന്നായിരുന്നു ഋതിക കുട്ടിയുടെ സങ്കടം. ഇപ്പോൾ കുഞ്ഞുടുപ്പ് സുന്ദരിയായി, സുന്ദരമായി അല്ലേ? ഋതികയുടെ ഉടുപ്പ് ഇപ്പോൾ ഒരു കൊച്ചു പൂന്തോട്ടം പോലെ മനോഹരമായി മാറിയിരിക്കുന്നു. ചുവന്ന മുത്തുകളും മഴവിൽ നിറങ്ങളുമുള്ള തൻ്റെ ഉടുപ്പ് കണ്ട് ഋതിക സന്തോഷത്തോടെ തുള്ളിച്ചാടി. കൂട്ടുകാരെല്ലാം ഋതികയുടെ കുഞ്ഞുടുപ്പിനെ നോക്കി അത്ഭുതപ്പെട്ടു അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ എഴുതിയത്? എൻ്റെ കുഞ്ഞുടുപ്പ് സുന്ദരമായി. ഋതികയുടെ ഉടുപ്പ് ഇപ്പോൾ ഒരു കൊച്ചു പൂന്തോട്ടം പോലെ മനോഹരമായി മാറിയിരിക്കുന്നു. ചുവന്ന മുത്തുകളും മഴവിൽ നിറങ്ങളുമുള്ള തൻ്റെ ഉടുപ്പ് കണ്ട് ഋതിക സന്തോഷത്തോടെ തുള്ളിച്ചാടി. കൂട്ടുകാരെല്ലാം ഋതികയുടെ കുഞ്ഞുടുപ്പിനെ നോക്കി അത്ഭുതപ്പെട്ടു. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാര് ഇത് എഴുതിയെടുക്കുക കേട്ടോ. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിർത്തിയിട്ട് വീഡിയോസ് കാണുക. ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പാഠത്തിൻ്റെ ക്ലാസ്സുകളോ ആക്ടിവിറ്റീസോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ? നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഏതാണ് പാഠം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.